കൊല്ലത്ത് കുട്ടിയുടെയും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്ന പരാതിയിൽ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്താത്തതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പരാതിക്കാരി. കേസിൽ പോക്സോ വകുപ്പ് കൂടി ചേർക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകും. സ്വകാര്യ ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റ പ്രതിയെ പോലീസിന് ഇനിയും പിടികൂടാനായിട്ടില്ല. സ്വാന്തന സാജുവിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് സ്വാന്തന. കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് കാണിച്ചു കൊടുത്തതാണ്. പക്ഷേ എന്നിട്ടും ഇതിൽ പോക്സോ വകുപ്പ് ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത്. ആ വിഷയം ഇനിയും മുന്നോട്ട് പോകുന്നത് ഹൈക്കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ആ രീതിയിൽ നിയമപോരാട്ടം നടത്തുക എന്നുള്ളതാണ് അല്ലെ? ഗുഡ് മോർണിംഗ് ശ്രുതി, ഗുഡ് മോർണിംഗ് കീർത്തന. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വളരെ ഞെട്ടലോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്നും വന്ന ഈ ഒരു വാർത്ത നമ്മൾ കേട്ടത്. സ്വന്തം ഭാര്യയുടെ കിടപ്പറ ദൃശ്യങ്ങളും അതുപോലെ തന്നെ നഗ്ന ചിത്രങ്ങളും ഒക്കെ പകർത്തിയത് അശ്ലീല വെബ്സൈറ്റുകളിൽ വിറ്റ ഭർത്താവിന്റെ വിവരം, അത് വളരെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. അത് മാത്രവുമല്ല, എന്തൊക്കെ ക്രൂരതകളാണ് ആ സ്ത്രീ ഇയാളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് എന്ന് അവർ റിപ്പോർട്ടർ ടിവിയോട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യക്തമാക്കുന്ന അവരുടെ ഓഡിയോ സന്ദേശമൊക്കെ തന്നെ നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ പ്രതിയെ ഈ 3 ദിവസം പിന്നിട്ടിട്ടും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയധികം വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടും അയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടും അയാൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇവരുടെ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പോലും ഇയാൾ അശ്ലീല ചുവയോടെ പല പെരുമാറ്റങ്ങൾ നടത്തുകയും കുഞ്ഞിന്റെ അടക്കം ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് തെളിവുകളും ഒക്കെ പോലീസിന് നൽകി. പക്ഷേ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ഇക്കാര്യത്തിൽ ചുമത്താൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പരാതിക്കാരി പ്രധാനമായും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിനെതിരെ ഒക്കെ തന്നെയും അവർ രംഗത്ത് വന്നിരുന്നു. തെളിവുകൾ അടക്കം നൽകിയിട്ട് പോക്സോ എടുക്കാൻ പോലീസ് കൂട്ടാക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ആരോപണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമപരമായി കൂടുതൽ പോരാട്ടങ്ങളിലേക്ക് എന്തായാലും പരാതിക്കാരിയായ യുവതി കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഈ യുവതിയുടെ തീരുമാനം. കൃത്യമായ രീതിയിൽ പോക്സോ വകുപ്പുകൾ അടക്കം ഈ കേസിൽ ചുമത്തണം എന്നുള്ള കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം തന്നോട് മാത്രമല്ല കുഞ്ഞിനോടും ഇത്തരത്തിലുള്ള അശ്ലീല ചുവയോടെയുള്ള പെരുമാറ്റങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ദൃശ്യങ്ങളടക്കം പകർത്തി അത് ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലുമൊക്കെ സൂക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. അതിന്റെ തെളിവുകൾ അടക്കം കയ്യിലുണ്ട് എന്നുമാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്തായാലും ഇന്ന് ഹൈക്കോടതി അടക്കം സമീപിക്കാൻ വേണ്ടി യുവതി തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇയാൾ ഈ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. സൂചിപ്പിച്ച പോലെ അങ്ങേയറ്റം ഗുരുതര സ്വഭാവമുള്ള അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ്, കേസാണിത്. ഇതിലാണിപ്പോൾ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്താത്തതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പരാതിക്കാരി ഒരുങ്ങുന്നത്. അപ്പോഴും പ്രതിയെ ഇനിയും പിടികൂടാനായിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്.